ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ 5ാം പദവും 8ാം പദവും യഥാക്രമം 27ഉം 729 ആണെങ്കിൽ അതിന്റെ 11ാമത്തെ പദം എന്ത്? അപ്പോൾ ഇത് നമ്മളുടെ 5ാമത്തെ ടേം, ഇത് 6, ഇത് 7, ഇത് 8, ഇത് 9, ഇത് 10, ഇത് 11. 5ാമത്തെ ടേം എത്ര എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്? 27 ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എത്രാമത്തെ ടേം ആണ്? 8ാമത്തെ ടേം ആണ് അല്ലേ? 8ാമത്തെ ടേം എത്ര? 729. സമഗുണിത ശ്രേണി എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ കൊണ്ട് ഇങ്ങനെ ഗുണിച്ച് പോവാം. അപ്പോൾ ഇതിനെ എന്തോ കൊണ്ട് ഗുണിച്ച് ഈ ടേം 27നെ എന്തോ കൊണ്ട് ഗുണിച്ച് ഇതെഴുതും. അടുത്ത അവിടെ കിട്ടുന്ന ഉത്തരത്തിന് അതേ ടേം കൊണ്ട് തന്നെ, എക്സ് ആണ്, അതേ ടേം കൊണ്ട് തന്നെ ഗുണിച്ച് ഇവിടെ എഴുതും. ഇതിനെ അങ്ങനെ ഗുണിച്ച് എഴുതും. അപ്പോൾ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചു, ആ സംഖ്യ കൊണ്ട് തന്നെ വീണ്ടും ഗുണിച്ചു, ഇങ്ങനെ ഗുണിച്ച് പോയേക്കുക. ഇവിടെ നിങ്ങോട്ടപ്പം ഇവിടെ നമുക്ക് ഒരു പ്രാവശ്യം, ഇവിടെ ഒരു പ്രാവശ്യം, ഇവിടെ അപ്പം മൊത്തം 3 ചേഞ്ച് വന്നു. അതേപോലെ തന്നെയല്ലേ അടുത്തതും വരുന്നതാ? ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1. അതായത് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. 729നെ അല്ലെങ്കിൽ ഈ 27 729 നിങ്ങൾ എന്ത് ചേഞ്ച് അവിടെ സംഭവിച്ചു നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? 729നെ 27 കൊണ്ട് ഹരിച്ചു നോക്കുക. എത്ര കിട്ടും? 27 കിട്ടും. കാരണം 3 ചേഞ്ചാണ് അവിടെ വന്നിരിക്കുന്നത്. അതേ 3 ചേഞ്ച് ആയിരിക്കും ഇവിടെയും വരിക. എന്ന് പറയുമ്പോൾ ഇവിടെ 27 കൊണ്ടാണ് ഇതിനെ ഗുണിച്ചത്. കാരണം ഇവിടെ രണ്ടിടത്ത് കൊണ്ട് ഈ 3 ചേഞ്ചസ് അല്ലേ വരുന്നത്. അതേ സംഭവം തന്നെ ആയിരിക്കും ഇവിടെയും വരിക അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 27 കൊണ്ട് ഗുണിച്ചാൽ മതി. സോ ആൻസർ എത്ര? 729 × 27 എത്ര കിട്ടും? 19683 എന്ന് കിട്ടും.